മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റിയെ ഇല്ലാതാക്കുന്ന സബ്സ്റ്റൻസുകൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള നിയമാവലി വിശുദ്ധ ഇസ്ലാം അന്ന് കാലത്ത് തന്നെ നടപ്പാക്കി കഴിഞ്ഞു എന്നറിയുമ്പോഴാണ് ഈ ദീൻ കാലോചിതമാണ് എന്ന് നമുക്കൊന്നുകൂടെ ബോധ്യപ്പെടുന്നത്. ദൈലമുൽ ഹിംയരി റളിയല്ലാഹു അൻഹു പുണ്യനബി തങ്ങളോട് വന്ന് ചോദിക്കുകയാണ്, ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നാ ബി അർദിൻ നുആലിജു ഫീഹാ അമലൻ ഷദീദ, ഞങ്ങൾ ഒരുപാട് അധ്വാനമുള്ള ജോലി ചെയ്യുന്ന ഒരു നാട്ടിലാണ് നബിയെ ഞങ്ങൾ ജീവിക്കുന്നത്. ഇത് പറയുമ്പോൾ പ്രവാസ ലോകത്തെ ഓർമ്മ വരികയാണ്. ജനങ്ങൾ പല കാരണങ്ങളും പറയും. മദ്യപിക്കാൻ, തണുപ്പിനെ പ്രതിരോധിക്കാൻ കള്ളുടിക്കണം, തണുപ്പ് രാജ്യങ്ങളിൽ അങ്ങനെയാണ് ലഹരി കൂടിയത് എന്നൊക്കെ പലതും പറയും. ചികിത്സയുടെ ഭാഗമാണെന്ന് പറയും, മൂത്രച്ചൂടിന് പരിഹാരമാണെന്ന് പറയും. പുണ്യനബി തങ്ങൾ അതിനെയൊക്കെ ഉടച്ചു വാർത്തുകൊണ്ട് ഒരു മറുപടി പറയുകയാണ് ദൈലമുൽ ഹിംയരിയോട് റളിയല്ലാഹു അൻഹുവിനോട്, യാ റസൂലല്ലാഹി ഇന്നാ ബി അർദിൻ നുആലിജു ഫീഹാ അമലൻ ഷദീദ, ഞങ്ങൾ ഒരുപാട് കഠിനമായ ജോലി ചെയ്യുന്ന ഒരു നാട്ടിലാണ് നബിയെ. വ ഇന്നാ നത്തഖിദു ശറാബൻ മിൻ ഹാദൽ ഖംഹി നതഖവ്വാ ബിഹി അലാ അഅമാലിനാ വ അലാ ബർദി ബിലാദിനാ. നബിയെ, ഞങ്ങളുടെ നാടിൻ്റെ കാലാവസ്ഥയോട് പൊരുത്തപ്പെടാൻ ഞങ്ങൾ ഒരു പാനീയമുണ്ടാക്കി കുടിക്കുന്നുണ്ട്. തണുപ്പിനെ അതിജീവിക്കുവാനാണ്. ഷാമിൻ്റെ അങ്ങേയറ്റത്ത് തുർക്കിയോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിൽ അന്ന് തണുപ്പ് രാജ്യമാണ്, ഇപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയും ഭയങ്കര കഠിനമായ ആരോഗ്യം ആവശ്യമായ കഠിന ജോലിയാണല്ലോ, അതുകൊണ്ട് ജോലിക്കൊരു ഉഷാറ് കിട്ടാനും വേണ്ടി ഞങ്ങളൊരു പാനീയം കുടിക്കുന്നുണ്ട് നബിയെ, അതിന് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ദൈലം റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മറുപടി, ഹൽ യുസ്കിർ, തങ്ങളൊരു ചോദ്യമാണ് ചോദിച്ചത്, ഇസ് ഇറ്റ് ഇൻടോക്സിക്കൻസ്, അത് മനുഷ്യൻ്റെ ബുദ്ധിയെ തകരാറിലാക്കുന്ന വല്ലതുമാണോ എന്ന് ചോദിച്ചു. ഖുൽതു നഅം, ഉണ്ട് നബിയെ, അത് കുടിച്ചു കഴിഞ്ഞാൽ ഒരൽപ്പം മത്ത് വരുന്നുണ്ട്. ഖാല ഫജ്തനിബൂ, ജോലിയുടെ കാഠിന്യം കുറച്ചു കിട്ടാൻ വേണ്ടിയും നാടിൻ്റെ തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടിയുമാണെന്ന കാരണങ്ങളൊക്കെ മാറ്റിവെക്കണം. നിങ്ങളുടെ ബുദ്ധിയെ തകരാറിലാക്കുന്നുണ്ടോ, ഫജ്തനിബൂ, യു ഷുഡ് ഷൻ ഇറ്റ് അവേ, നിങ്ങളത് ഉപേക്ഷിച്ചേ പറ്റൂ. ഇമാം അബൂ ദാവൂദ് എന്നവർ ഉദ്ധരിച്ച ഹദീസാണിത്. മനുഷ്യൻ പറയുന്ന കാരണങ്ങൾ ബാലിശമാണ് എന്നാണ് ഇതിനർത്ഥം. ഇന്നല്ലാഹ ലം യജ്അൽ ദവാഅൻ ഫീമാ ഹറം, അല്ലാഹു നിഷിദ്ധമാക്കിയ ഒന്നിലും പടച്ചതമ്പുരാൻ മനുഷ്യന് രോഗത്തിന് പോലും ശിഫ വെച്ചില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രോഗത്തിന് ശമനമാണെന്ന് പറയും, പക്ഷേ അള്ളാഹു ഹറാമാക്കിയത് അതിലൂടെ അള്ളാഹു ശിഫ നൽകുന്നില്ല എന്നാണ് ആ ഹദീസിന്റെ സാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 21-ാം നൂറ്റാണ്ടിലേക്ക് നോക്കിക്കൊണ്ട് എന്തൊക്കെ പേരുകളിൽ, എന്തൊക്കെ ചുരുക്കപ്പേരുകളിൽ, MDMA മുതൽ സയനൈഡ് മുതൽ ഹീറോയിൻ മുതൽ മരുവാന മുതൽ എന്തൊക്കെ പേരുകളാണ്. പുണ്യനബി തങ്ങൾ പറഞ്ഞ ഹദീസ് നോക്കണേ. റസൂലുള്ളാഹി തങ്ങൾ പറയാൻ, മഹാനായ അബൂ മാലിക് അശ്അരി റളിയല്ലാഹു അൻഹു ഹബീബിൽ നിന്ന് നേരിട്ട് കേട്ടത്, പുണ്യനബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലയശ്റബന്ന നാസും മിൻ ഉമ്മത്തി അൽ ഖംർ, എൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ, നാസും മിൻ ഉമ്മത്തി. ഇവിടെ ഉമ്മത്തി എന്ന് പറയുന്നിടത്തെ ഒരു വിഷയം സൂചിപ്പിക്കാനുണ്ട്. അത് വിഷയത്തിൻ്റെ ഭാഗമല്ല, എന്നാലും ഒരു കാര്യം പറയാം. ഉമ്മത്തി എന്ന് പറയുമ്പോൾ ഉമ്മത്തുൽ ഇജാബ എന്നും ഉമ്മത്തു ദഅവ എന്നും രണ്ട് തരത്തിൽ അതുകൊണ്ട് ആശയം വരാം. ഉമ്മത്തു ദഅവ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരും നബിതങ്ങളുടെ ഉമ്മത്തികളാണ്. എങ്ങനെ? ഉമ്മത്തു ദഅവ, നബിതങ്ങളുടെ പ്രബോധനം അവർക്ക് ബാധകമാണ് എന്നർത്ഥം. നേരെമറിച്ച് ഉമ്മത്തി എന്ന് പറയുന്നിടത്ത് അടുത്ത അർത്ഥം ഉമ്മത്തുൽ ഇജാബ, നിബിതങ്ങൾക്ക് ജവാബ് കൊടുത്ത ആളുകൾ, മുസ്ലിമീങ്ങളായ ആളുകൾ, അവർക്ക് ഉമ്മത്തി എന്ന നിബിതങ്ങൾ പറയുമ്പോൾ ഉമ്മത്തി എന്നർത്ഥം അതാണ്. ഇപ്പം നമ്മൾ 73 വിഭാഗമായി ഈ സമൂഹം പിളരും എന്ന് പറഞ്ഞിടത്തെ അതിന് വളരെ മനോഹരമായൊരാശയം
മഹാനായ മുഹമ്മദ് സഈദ് റമദാൻ അൽ ബൂത്തി ഷഹീദ് റഹ്മഹുല്ല, അദ്ദേഹത്തിൻ്റെ ഒരു മഅന ഞാൻ കേട്ടത് പങ്കുവെക്കുകയാണ്. ഉസ്താദന്മാരും മുതഅല്ലിമീങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസിൽ ജൂതന്മാർ 72 വിഭാഗമായി എന്ന് പറയും. ക്രിസ്ത്യാനികൾ ജൂതന്മാർ 71, ക്രിസ്ത്യാനികൾ 72 വിഭാഗമായി പിരിഞ്ഞു. എന്നാൽ വസതഫ്തരിഖു ഉമ്മത്തി എന്തല്ല പറഞ്ഞത്, യഫ്തരിഖുൽ മുസ്ലിമൂൻ എന്നല്ല പറഞ്ഞത്. മഹാനായ മുഹമ്മദ് സഈദ് റമദാൻ ബൂത്തി റഹ്മഹുല്ലയുടെ അദ്ദേഹത്തിൻ്റെ ഒരു ആശയം ഞാൻ പറയാണ്. എൻ്റെ ഉമ്മച്ചികൾ 73 വിഭാഗമാകും. കുല്ലുഹും ഫിന്നാർ, അവരെല്ലാവരും നരകത്തിലാണ്. ഇല്ലാ ഫിർഖതൻ വാഹിദ, ഒരു വിഭാഗം ഒഴികെ. അതാരാ? മാ അന അലൈഹി വസ്ഹാബി. നമ്മളൊക്കെ മനസ്സിലാക്കി പോരാറുള്ളത് മുസ്ലിമീങ്ങളിൽ 73 വിഭാഗമാകും എന്നാണ്. സഈദ് റമദാൻ ബൂത്തി റഹ്മഹുല്ലയുടെ ആശയം മുത്തുനബി തങ്ങളുടെ ഉമ്മത്തു ദഅവ. അങ്ങനെയാണെങ്കിൽ മുസ്ലിമീങ്ങളാണെങ്കിൽ സയഫ്തരിഖുൽ മുസ്ലിമൂന എന്ന് തങ്ങൾ പറയും. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അങ്ങനെ പറഞ്ഞത്. പിന്നെ പറഞ്ഞെടുത്ത് ഉമ്മച്ചി, എൻ്റെ ഉമ്മത്തികൾ എന്താണ് അതിന് പറയാനൊരു കാരണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്നവർ ഉമ്മത്തുൽ ഇജാബയാണ്. നബി തങ്ങൾക്ക് ജവാബ് കൊടുത്ത ആളുകളാണ്. ഈമാനിൻ്റെ മുഴുവൻ ആളുകളും സ്വർഗത്തിലാണെന്നാണ്. അപ്പൊ പിന്നെ 72 നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ ഈമാൻ ഇല്ലാത്തവരെ കുറിച്ചാണ് പറയുന്നത് എന്ന് വ്യക്തവുമാണ്. സ്വഹാബികളും ഞാനും എൻ്റെ സ്വഹാബിമാരുമുള്ള വിഭാഗമേ രക്ഷപ്പെടുള്ളൂ എന്ന് പറയുന്നത് ഉമ്മത്തു ദഅവയെക്കുറിച്ച്, ഉമ്മത്തുൽ ഇജാബയെക്കുറിച്ചാണ്. ആ 73 വിഭാഗമായി പിളരുമ്പോൾ 72 വിഭാഗമായി മാറുന്നത് ഈമാൻ ഇല്ലാത്ത വിഭാഗങ്ങളിലെ പേരുകളെ കുറിച്ചാണ് പറയുന്നത് എന്നാവാം എന്ന വലിയൊരു സാധ്യതയുണ്ട്. ഇമാം ഖസാലി തങ്ങളൊക്കെ അല്ല, ഉമ്മത്തു ഇജാബയെ സംബന്ധിച്ച് തന്നെ ആയിക്കൂടെ എന്നതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഈമാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഈമാനിൻ്റെ കുടക്കീഴിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ നരകത്തിലാണ് എന്ന് പറയുമ്പോൾ പോലും അത് വ്യാഖ്യാനിക്കപ്പെടേണ്ട ഒരു ഹദീസാണ്. ഏതായിരുന്നാലും ലയശ്റബന്ന ഉനാസും മിൻ ഉമ്മത്തി, ഇവിടെ പറയുന്നത് മുസ്ലിമീങ്ങൾ എന്ന പേരുള്ള ആളുകൾ, ആ എൻ്റെ ഉമ്മച്ചികൾ ഉമ്മത്തുൽ ഇജാബ, അവരിൽപ്പെട്ട ചില ആളുകൾ മദ്യപിക്കും, അവർ ലഹരി ഉപയോഗിക്കും. യുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ, അതിൻ്റെ പേര് കള്ള്, മദ്യം, ലിക്കർ എന്നൊന്നും അവർ പറയൂല. അവർ പറയുന്നത് വേറെ പല പേരിലുമായിരിക്കും, പക്ഷെ സംഗതി മദ്യമായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു മുസ്കിരിൻ ഹറാം, മനുഷ്യന്റെ ശരീരത്തിലേക്ക് കടന്നു പോകുന്ന പാനീയം, അത് വെള്ളം, ഭക്ഷണം, മനുഷ്യൻ ഇൻജക്ട് ചെയ്യുന്നത് എന്തൊക്കെയാവട്ടെ, കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്ജിൻ ഫന്നാറു ഔലാ ബിഹി, ഏതൊരു ശരീരം ഹറാമിൽ നിന്ന് പോഷണം ശ്രദ്ധിക്കുന്നുണ്ടോ ആ ശരീരം നരകത്തിലേക്കാണ് ബന്ധപ്പെട്ടത് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് വലിയൊരു താക്കീതാണ്, വലിയൊരു താക്കീതാണ്. അള്ളാഹു നമ്മുടെ മക്കൾക്ക് മോചനം നൽകട്ടെ. കോളേജുകളിലും സ്കൂളുകളിലും തുടങ്ങി ജീവിതത്തിൻ്റെ ഏറ്റവും പ്രക്ഷോഭിതമായ യൗവനത്തിൽ പോലും ഒരു മനുഷ്യനായി ജീവിക്കാൻ കഴിയാതെ അന്ധകാരത്തിനുള്ളിൽ മാനസികമായി പിരിമുറുക്കം, ശാരീരികമായ അസ്വസ്ഥത, മാനസികമായ എല്ലാ തരത്തിലുമുള്ള മനുഷ്യനെ പിടിച്ചു കുലക്കുന്ന മാനസിക വിഭ്രാന്തിയിലൂടെ കടന്നു പോകുന്ന ആളുകൾ. എന്തുകൊണ്ട്? ഇന്നമാ യുരീദു ശൈത്വാൻ അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ, നിങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കാൻ പിശാച് നിങ്ങളെ കൊണ്ട് ലഹരി ഉപയോഗിക്കുന്നത്. ശത്രുത, മനുഷ്യൻ ക്രൂവലായി മാറുകയാണ്. ഈ ക്രൂരതയിൽ നിന്ന് മനുഷ്യന് മോചനം വേണം. അതിന് മോചനം കിട്ടുന്നത് വളരെ മനോഹരമായ കൗൺസിലിങ്ങിലൂടെ. കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക് കൗൺസിലിംഗ് ആണെങ്കിൽ തീർച്ചയായും അതിന് വേറെ ഒരു തലമുണ്ട്. ജനറൽ കൗൺസിലിംഗ് പോലും വളരെ ഉപകാരപ്രദമാണ്. മാറ്റാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്ന യുവജനങ്ങൾക്ക് വലിയൊരു ആശ്വാസം നൽകുന്നത് ഇത്തരം സെന്ററുകളിലൂടെയാണ്. ഡി അഡിക്ഷൻ സെന്റർ എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ആണ്. ഒരുപക്ഷെ ചില കേസുകൾ ഡി അഡിക്ഷൻ സെന്ററുകളിലേക്ക് മാറ്റേണ്ടി വരും. അത്രയധികം ഈമാനുള്ള ആളുകളെ ട്രീറ്റ് ചെയ്യാൻ ഓൾ ഓഫ് എ സഡൻ നിർത്തിവെക്കാൻ കഴിയുന്ന മനോധൈര്യമുള്ള ആളുകളെ സംബന്ധിച്ച് നാം പറഞ്ഞു. പലർക്കും അതിന് സാധിക്കില്ലായിരിക്കാം. അവർക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും. ഉമർ റളിയല്ലാഹുവിന് കൊടുത്തൊരു കൗൺസിലിംഗ് ഉണ്ട്, ഞാനത് അവസാനം പറയാം. ഉമർ റളിയല്ലാഹുവിന് ലഹരി ബാധിച്ചൊരു മനുഷ്യന് കൊടുത്തൊരു കൗൺസിലിംഗ്, അതിൽ നിന്നൊരു മനുഷ്യൻ മോചിതരായതും അതിൻ്റെ അനുബന്ധ സംഭവങ്ങളുമുണ്ട്. കുല്ലു മുസ്കിരിൻ ഖംറുൻ,
അതുകൊണ്ട് any intoxicative is termed as khamr. ഖംർ എന്ന് പറയുന്നത് മദ്യത്തിന് മാത്രമല്ല, എല്ലാ ഇൻടോക്സിക്കന്റിനും അത് തന്നെയാണ് അതിന്റെ പേര്. കുല്ലു മുസ്കിരിൻ ഹറാം, കുല്ലു മുസ്കിരിൻ ഹറാം മാ അസ്കറൽ ഫർഖു മിൻഹു ഫമിൽഉൽ കഫി മിൻഹു ഹറാം. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പുണ്യനബിയിൽ നിന്ന് കേട്ടതാണ്. ഒരുപാട് കുടിച്ചാൽ ലഹരി വരുന്നത്, ഒരു കൈക്കുമ്പിളിൽ കുടിക്കുന്നത് പോലും ഹറാം എന്ന് പറയുന്നത്. ഒരൽപ്പം സേവിച്ചാൽ പോലും കുറ്റമുണ്ടോ? കുറ്റമുണ്ട്. കൂടുതൽ സേവിച്ചാൽ മത്ത് വരുമോ, ലഹരി വരുമോ? അത് കുറച്ച് സേവിക്കലും ഇസ്ലാമിന്റെ ദൃഷ്ട്യാ ഹറാമാണ്. അതുകൊണ്ട് ജീവിതത്തിന് ലക്ഷ്യമുണ്ട്. പടച്ചതമ്പുരാന്റെ സംരക്ഷണം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ നിയമത്തിനനുസരിച്ച് ജീവിക്കേണ്ടതുണ്ട് ഞാൻ. അതുകൊണ്ട് ചീത്ത കൂട്ടുകെട്ടുകളെ ഞാൻ ശ്രദ്ധിക്കണം, രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം, ഗുരുനാഥന്മാർ ശ്രദ്ധിക്കണം, സമുദായം ശ്രദ്ധിക്കണം. നമ്മുടെ നാടുകളിൽ ലഹരി വിൽപ്പന ചെയ്യുന്നതിനെ തടയണം. കാരണം അത് ഒരു പോലീസിന്റെയോ അല്ലെങ്കിൽ നിയമപാലകരുടെയോ മാത്രം പണിയല്ല. അത് പൊതുജനങ്ങൾ ബോധവാന്മാരായിരിക്കണം. പൊതുജനങ്ങൾക്ക് ഇടപെടാൻ അറിയാൻ കഴിയുന്നത്ര ഒരു പക്ഷേ നിയമപാലകർക്ക് ആ വിഷയം എത്തിക്കൊള്ളണമെന്നില്ല, അറിയിച്ചു കൊടുക്കണം. നമ്മളാൽ കഴിയുന്ന പ്രതിരോധം നിയമത്തിനനുസൃതമായി ചെയ്യാൻ കഴിയുന്നത് നമ്മളത് ചെയ്തേ പറ്റൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ ബുദ്ധിയെ നഷ്ടപ്പെടുത്താൻ അനുവദിക്കരുത്. അത് നഷ്ടപ്പെടുത്തുന്നതോടുകൂടെ മനുഷ്യനിൽ നിന്ന് മനുഷ്യത്വം ചോർന്നു പോവുകയാണ്. വകുല്ലു മുസ്കിരിൻ ഹറാം വമൻ ശരിബൽ ഖംറ ഫിദ്ദുനിയാ ഫമാത വഹുവ യുദ്മിനുഹാ ലം യതുബ് ലം യശ്റബ്ഹാ ഫിൽ ആഖിറ. തൗബ ചെയ്യാതെ ഒരു ലഹരി ഉപയോഗിക്കുന്ന ആൾ മരിച്ചുപോയാൽ, ആ മനുഷ്യൻ തൗബ ചെയ്യാതെയാണ് മരിച്ചതെങ്കിൽ സ്വർഗത്തിൽ അവർക്കത് ലഭിക്കില്ല എന്ന് പറയുമ്പോഴും സ്വർഗപ്രവേശനം സാധ്യമാവില്ല എന്നാണ് ഹദീത്തിന്റെ അർത്ഥം. റവാഹു മുസ്ലിം, മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീഥാണത്. ലഹരി കടിമകളാ ഓവർഡോസ് കൊണ്ട് മരിച്ചു പോകുന്ന എത്ര മരണങ്ങൾ! ലോകത്ത് നടക്കുന്ന കൊലപാതകങ്ങളിൽ 27% മുതൽ 70% വരെ കൊലപാതകങ്ങൾ, അത് വാഹനമോടിച്ചുണ്ടാകുന്ന കൊലപാതകങ്ങളടക്കം ലഹരിയുടെ ഭാഗമാണ് എന്നാണ് കണ്ടെത്തൽ. കുടുംബ പ്രശ്നങ്ങൾ വലിയൊരു അളവോളം ലഹരിയാണ്. ഇതിന്റെ മാരകമായ വശങ്ങളും അനുഭവ കഥകളും ഒന്നും ഞാനിവിടെ പറയല്ല. എത്രയോ കഥകൾ നമ്മൾ കേൾക്കുന്നതാണ്, അറിയുന്നതാണ്. പക്ഷേ കഥകൾ കേൾക്കലല്ലോ പ്രാധാന്യം. നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ഈ ബോധം ആദ്യം നമുക്കുണ്ടാകണം. നമ്മളത് ജനങ്ങളിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക്, പൊതുജനങ്ങളിലേക്ക്, വിദ്യാർത്ഥിനികളിലേക്ക് നമുക്കത് എത്തിക്കാൻ കഴിയണം. ഈമാൻ ഉയർത്തപ്പെടുമെന്നാണ്. വിശ്വാസം ഒരാൾക്ക് ഈമാൻ നഷ്ടപ്പെട്ടാൽ പിന്നെ എന്താ ഉണ്ടാകുന്നത്? ആഖിറം നഷ്ടപ്പെട്ടില്ലേ? ദുനിയാവ് നഷ്ടപ്പെട്ടു, ആഖിറവും നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞു, ലാ യസിനി സാനി ഹീന യസിനി വഹുവ മുഅ്മിൻ. ഒരു വ്യഭിചാരി വ്യഭിചരിക്കുന്ന സമയം ഈമാൻ അയാളിൽ നിന്ന് ഉയർത്തപ്പെടുന്നുണ്ട്, അവളിൽ നിന്ന് ഉയർത്തപ്പെടുന്നുണ്ട്. വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ. മോഷണം ചെയ്യുന്ന ആൾ മോഷണദ്രവ്യം കൈകൊണ്ട് തൊടുന്നതോടുകൂടെ, മോഷണം നടത്തുന്നതോടുകൂടെ ഈമാൻ ഉയർത്തപ്പെടുന്നുണ്ട്. വലാ യശ്റബുൽ ഖംറ ഹീന യശ്റബുഹാ വഹുവ മുഅ്മിൻ. ഈമാനുള്ള അവസ്ഥയിൽ ഒരാൾക്ക് മദ്യപിക്കാൻ കഴിയില്ല, ലഹരി ഉപയോഗിക്കാൻ കഴിയില്ല. ലഹരി ഉപയോഗിക്കുന്ന സമയം അത്രയും ഈമാൻ മിഥലദ്ദുല്ല, ഒരു കുട പോലെ, മേഘപടലം പോലെ മേലോട്ട് മാറി നിൽക്കുകയാണ്. ഈമാനും ഇതും തമ്മിൽ ബന്ധപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കാൻ കഴിയില്ല. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മനോഹരമായൊരു ഹദീസുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അവിടെ പറയുന്നുണ്ട്, ലാ യദ്ഖുലുൽ ഈമാനു വൽ ഇദ്മാനു ഫീ റജുലിൻ വാഹിദിൻ ഇല്ലാ അഖ്റജ അഹദുഹുമൽ ആഖർ. ഈമാനും ഇദ്മാനും, ഇദ്മാൻ എന്ന് പറഞ്ഞാൽ അഡിക്ഷൻ എന്നാണ്. ഒരു മനുഷ്യൻ അഡിക്റ്റാവുക ലഹരിക്ക് അഡിക്റ്റായി പോകുന്ന ഒരു മനുഷ്യനും ഈമാനും ഒരു ശരീരത്തിൽ ഒരുമിക്കുകയില്ല. രണ്ടാൽ ഒരാൾ മറ്റൊരാളെ പുറത്താക്കിയിട്ടല്ലാതെ. ലഹരിയുള്ള ആളുടെ കൽബിൽ ഈമാനില്ല, ഈമാനുള്ളവന് അഡിക്ഷനും ഉണ്ടാവുകയില്ല. ലഹരിയല്ല, അഡിക്ഷൻ, അതിന് അടിമപ്പെട്ടു പോകുന്നത്, ലഹരിക്കടിമയാകുന്നത് ഒരു മുഅ്മിൻ ഉണ്ടാവില്ല. ഈമാനുണ്ടോ അവിടെ അഡിക്ഷൻ ഇല്ല, അഡിക്ഷൻ ഉണ്ടോ അവിടെ ഈമാനുമില്ലെന്ന് മഹാനായ ഉസ്മാൻ തങ്ങൾ ഇത് പറയുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബർസീസിന്റെ കഥയാണ് അവിടെ ഓർമ്മിപ്പിച്ചത്. എന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ചരിത്രം, തങ്ങൾ പറഞ്ഞു കൊടുത്തൊരു ചരിത്രം മഹാനായ ഉസ്മാൻ തങ്ങൾ പറയുകയാണ്. അന്ന് ജനങ്ങൾ, അന്നൊരു രാജാവ് ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ നിനക്ക് ചില ചോയ്സുകൾ നൽകുകയാണ്. ഒന്നുകിൽ നിന്നെ ഞങ്ങൾ വധിക്കും, അല്ലെങ്കിൽ നീ മദ്യപിക്കണം, അല്ലെങ്കിൽ നീ കൊലപാതകം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മദ്യപിച്ചോളാം എന്ന് അയാൾ പറയുകയും മദ്യപിച്ചതിന് ശേഷം
കൊലപാതകവും വ്യഭിചാരവും അടക്കം അയാൾ ചെയ്തുവെന്നും അതുകൊണ്ട് ഉമ്മുൽ ഖബായിസ്, എല്ലാ തിന്മകളുടെയും മാതാവാണ് ലഹരി, എല്ലാ തിന്മകളുടെയും മാതാവാണ് ലഹരി എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ട് അവസാനത്തെ സ്റ്റേറ്റ്മെന്റാണ്, ഈമാനും അഡിക്ഷനും ഒരിക്കലും ഒരു ഹൃദയത്തിൽ ഉണ്ടാവില്ല. ഒന്നുകിൽ ഈമാൻ അല്ലെങ്കിൽ അഡിക്ഷൻ. ലാ യജ്തമിഉൽ ഇദ്മാനു ഈമാനു വൽ ഇദ്മാനു ഫീ റജുലിൻ, ഒരു മനുഷ്യനിൽ ഇല്ല അഖ്റജ അഹദുഹുൽ ആഖർ, ഒരാൾ മറ്റൊരാളെ പുറത്താക്കിയിരിക്കും. അതുകൊണ്ട് അഡിക്ഷൻ എന്നത് ഗുരുതരമായ ഒരു വിപത്താണ്. ആ വിപത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അതിൻ്റെ മുളയിൽ തന്നെ ഇതിനെ നുള്ളിക്കളയാൻ കഴിയുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത്. അള്ളാഹു നമ്മുടെ തലമുറകളെ, എല്ലാ മതവിശ്വാസികളെയും എല്ലാ മക്കളെയും അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ. എല്ലാവരും നമ്മൾ മനുഷ്യരാശിയായി കാണുകയാണ്. പക്ഷെ നമ്മളിവിടെ വിശുദ്ധ ഇസ്ലാമിൻ്റെയും പ്രവാചകർ തിരുമേനിയുടെയും അധ്യാപനങ്ങളെ മുൻനിർത്തി സംസാരിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഈ വിശ്വാസത്തിന് ചെലുത്താൻ കഴിയുന്ന പങ്കിനെക്കുറിച്ച് ആഴത്തിൽ നമ്മൾ ഊന്നി പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇത്തരം കൗൺസിലിംഗ് നടത്തുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 40 ദിവസം നീണ്ടു നിൽക്കുന്ന കൗൺസിലിംഗ്, ഒരു ഇസ്ലാമിക്കലി ചിന്തിക്കുകയാണെങ്കിൽ 40 ദിവസങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. 40 ദിവസത്തെ സംബന്ധിച്ച് നിബിധങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. 40 ദിവസം ജമാഅത്ത് നഷ്ടപ്പെടാതെ ഒരു മനുഷ്യൻ നിസ്കരിച്ചാൽ ആ മനുഷ്യന് ബറാഅത്തും മിനൻ നാർ വ ബറാഅത്തും മിനൻ നിഫാഖ്, കാപട്യമുണ്ടാവില്ലെന്നും നരകമുണ്ടാവില്ലെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് സമാനമായ ഒരു 40ന്റെ ഒരു ചിത്രം ഹബീബായ നബി തങ്ങൾ പറയുന്നത് മദ്യപാനത്തെക്കുറിച്ച് പറഞ്ഞിടത്താണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ശരിബൽ ഖംറ വസകിർ, ഒരു മനുഷ്യൻ മദ്യപിക്കുകയും ലഹരി ഉപയോഗിക്കുകയും മതോന്മത്തനായി മാറുകയും ചെയ്താൽ ലം തുഖ്ബൽ ലഹു സ്വലാത്തു 40 സ്വബാഹ, 40 ദിവസത്തെ നിസ്കാരം അല്ലാഹു അവന്റേത് സ്വീകരിക്കുകയില്ല. വ ഇൻ മാത ദഖലൻ നാർ, തൗബ ചെയ്യാതെ മരിക്കുകയാണെങ്കിൽ നരകശിക്ഷ വരെ കിട്ടുന്ന ശിക്ഷയാണത്. മദ്യപിച്ചു, ഒരു മദ്യപാനം കൊണ്ട് 40 ദിവസത്തെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. യാ അല്ലാഹ്, എത്ര ഗൗരവമുള്ള വിഷയമാണത്. റസൂലുള്ളാഹി തങ്ങൾ പറയട്ടെ, ഫഇൻ താബ താബല്ലാഹു അലൈഹി, അവൻ തൗബ ചെയ്ത് മടങ്ങിയാൽ അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കും. നോക്കണം, പശ്ചാത്താപത്തിന്റെ വാതിൽ അല്ലാഹു തുറന്നു വെച്ചിരിക്കുകയാണ്. ഒരിക്കലും അവൻ മദ്യപാനിയാണ്, അവൻ ഇങ്ങനെയാണ്, അവൻ അങ്ങനെയാണെന്ന് പറഞ്ഞ് സ്റ്റാമ്പ് ചെയ്ത് ആളുകളെ അകറ്റി നിർത്തരുത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സമൂഹത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ, തെറ്റെന്ന് തോന്നിപ്പിക്കുന്നത് ചെയ്താൽ ആ മനുഷ്യനെ സ്റ്റാമ്പ് ചെയ്യുക, പിന്നെ അയാൾ അങ്ങനെയാണ്, അവൻ അങ്ങനെയാണ്, ഇത് പറയരുത്. ഫഇൻ താബ താബല്ലാഹു അലൈഹി, ലഹരി വരുന്നത് വരെ മനുഷ്യൻ ലഹരിക്കടിമയായി അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ താബല്ലാഹു അലൈഹി, അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കും. വ ഇൻ ആദ, ഇനി അവൻ തിരിച്ച് മദ്യപാനത്തിലേക്ക് ലഹരിയിലേക്ക് തിരിച്ചു വന്നാലോ ഫശരിബ ഫസകിറ, അങ്ങനെ അവൻ മദ്യപിക്കുകയും ലഹരിയിലാവുകയും ചെയ്താൽ ലം തുഖ്ബൽ ലഹു സ്വലാത്തു 40 സ്വബാഹൻ, 40 ദിവസത്തെ നിസ്കാരം അവന്റേത് വീണ്ടും സ്വീകരിക്കാതെ വരും. ഫഇൻ മാത ദഖലൻ നാർ, തൗബയില്ലാതെ മരിക്കുകയാണെങ്കിൽ നരകത്തിലേക്ക് പോകേണ്ടി വരും. ഫഇൻ താബ, എന്നിട്ട് തൗബ ചെയ്താൽ താബല്ലാഹു അലൈഹി, അവന്റെ തൗബ അല്ലാഹു പിന്നെയും സ്വീകരിക്കും. നോക്കണം, രണ്ടാമത്തെ തവണയായി പറയുന്നത് തങ്ങൾ സ്വല്ലല്ലാഹു, ഇനിയും അത് തന്നെയാ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഇൻ ആദ ഫശരിബ ഫസകിർ, വീണ്ടും ആദ്യത്തെ ഒരു തവണ അവൻ തൗബ ചെയ്തു, രണ്ടാമത്തെ തവണയും തൗബ ചെയ്തു മടങ്ങി, മൂന്നാമതും ലഹരിയിലേക്ക് പോവുകയും ഫശരിബ, ലഹരി ഉപയോഗിക്കുകയും ചെയ്താൽ, ഈ ശരിബ എന്ന് പറഞ്ഞാൽ കുടിച്ചു എന്ന് മാത്രമല്ല കേട്ടോ. നമ്മളിപ്പോൾ സ്മോക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോഴേ ശരിബ ദുഖാൻ, സ്മോക്ക് ചെയ്തു എന്നുള്ളതിന് പുക കുടിച്ചു എന്നാണ് പ്രയോഗം, അങ്ങനെയാണ് അതിൻ്റെ ഉപയോഗം. അതിൻ്റെ അർത്ഥം ഉപയോഗിക്കുക എന്നേ ഉള്ളൂ. ശരിബ എന്ന് പറഞ്ഞിടത്തും എല്ലായിടത്തും കുടിക്കുക എന്നർത്ഥമില്ലെന്നാണ്. ഫശരിബ, കുടിച്ചോ, ഉപയോഗിച്ചു, ലഹരി ഉപയോഗിച്ചു. തുമ്മ ഫസകിർ ലം തുഖ്ബൽ ലഹു സ്വലാത്തു 40 സ്വബാഹൻ, 40 ദിവസത്തെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. ഫഇൻ മാത ദഖലൻ നാർ, തൗബ ചെയ്യാതെ മരിക്കുകയാണെങ്കിൽ അവൻ നരകത്തിലാണ്. മആദല്ലാഹ്, അല്ലാഹുവേ കാത്തുരക്ഷിക്കണമേ. 3 തവണ പറഞ്ഞു തങ്ങൾ. ഇനി നോക്കൂ, ഫഇൻ താബ, അവൻ വീണ്ടും തൗബ ചെയ്താൽ താബല്ലാഹു അലൈഹി,
കാരുണ്യവാനായ പടച്ചവൻ അവന്റെ പശ്ചാത്താപം സ്വീകരിക്കുക തന്നെ ചെയ്യും. വഇൻ ആദ 3 റൗണ്ട് കഴിഞ്ഞിട്ടോ അങ്ങനെ അവൻ വീണ്ടും അതിലേക്ക് തിരിച്ചു പോവുകയും കാന ഹഖ്ഖൻ അലല്ലാഹ്, ഇത് പറയുമ്പോൾ തിരിച്ചു നടക്കാൻ പറ്റാത്ത വിധം അവൻ അതിന് അഡിക്റ്റായി പോയി എന്നാണ് അതിനർത്ഥം. അങ്ങനെയാണ് അവൻ മരിക്കുന്നതെങ്കിൽ കാന ഹഖ്ഖൻ അലല്ലാഹി അൻ യസ്ഖിയഹു മിൻ റദഗത്തിൽ ഖബാൽ, അല്ലാഹു അവന് ഈ ലഹരിക്ക് പകരം റദഗത്തുൽ ഖബാൽ എന്ന് പറയുന്നത് കുടിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോ ഖാലൂ, അവർ ചോദിച്ചു, യാ റസൂലല്ലാഹി വമാ റദഗത്തുൽ ഖബാൽ, എന്താണ് നബിയെ റദഗത്തുൽ ഖബാൽ? ഖാല ഉസാറത്തു അഹ്ലിന്നാർ, നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചീഞ്ചലവും രക്തവുമാണ് അതിൻ്റെ അർത്ഥമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമേൽ അല്ലാഹുവിൻ്റെ റസൂൽ ഗൗരവം പറഞ്ഞ വിഷയമാണിത്. ഹബീബായ മുസ്തഫ നബി തങ്ങൾ പറയുമായിരുന്നു, വലാ തശ്റബന്നൽ ഖംറ ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർറിൻ, എല്ലാ ഷർറുകളുടെയും താക്കോലാണത്, അതുകൊണ്ട് ലഹരിയിലേക്ക് പോകരുതേ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എത്രമാത്രം സുരക്ഷിതത്വം നമ്മൾ ഉറപ്പുവരുത്തണം മക്കൾക്ക് വേണ്ടി എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. എത്രമാത്രം. 1-2 ആളുകൾ, ഒരു ഇഖ്ബാൽ സാഹിബോ അല്ലെങ്കിൽ ഒരു നമ്മുടെ സൈനുൽ ആബിദോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ചാളുകൾ മാത്രം ഇറങ്ങിയാൽ നടക്കുന്നതല്ല ഇത്. ഇത്രമേൽ ഗൗരവത്തിൽ നിബിധങ്ങൾ ഉണർത്തിയ ഒരു വിഷയം നമ്മൾ ഒരൽപ്പനേരത്തേക്ക് അശ്രദ്ധമായത് കൊണ്ടല്ലേ നമുക്കിതൊക്കെ പിടിച്ചു നിർത്താൻ കഴിയാതെ പോയത്. ആരുടെയോ ഒരശ്രദ്ധ, ആരുടെയോ സാരമില്ലെന്ന, കുഴപ്പമില്ലെന്ന ഒരു തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ്. ദക്ഷിണ കർണാടക നമ്മളറിയാം ഈമാനിന്റെ ഇറ്റില്ലമാണ്, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ശക്തി കേന്ദ്രമാണ് ദക്ഷിണ കർണാടക. വളരെ നല്ല ചെറുപ്പക്കാർ, സത്യസന്ധരായ മക്കള്, നല്ല ബിസിനസ്സുകാർ. ഒരുപക്ഷെ മംഗലാപുരം ടൗണിൽ തന്നെ ബിസിനസ് ചെയ്യുന്ന വലിയൊരു വിഭാഗം ആളുകളിൽ ഈ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നത് ദക്ഷിണ കർണാടകയിൽ നിന്നാണ്. അങ്ങനത്തെ ഒരു ഏരിയയിലേക്ക് നമ്മുടെ മക്കളുടെ കൈകളിലേക്ക് ലഹരികൾ എത്തിപ്പെടാൻ തുടങ്ങി. ഒരു പ്രയാസവുമില്ലാതെ എന്ന് പറയുമ്പോൾ വലിയൊരു വീഴ്ച നമ്മുടെ കയ്യിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നത് യാതൊരു സംശയവുമില്ല. ആ വീഴ്ചയെ ഇനി പരിഹരിക്കേണ്ടതുണ്ട്. പുന്നാരി നബി തങ്ങൾ വഫാത്തായിരിക്കുന്ന സമയം സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ വഫാത്തായി കിടക്കുമ്പോൾ സ്വഹാബികൾക്കിടയിൽ വലിയൊരു ചർച്ച നടന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവാണ് പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട പിതാവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും വനാസൻ, സ്വഹാബികളിൽ പ്രമാണിമാരായ കുറച്ചാളുകളും ജലസൂ ബഅദ വഫാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന ലോകത്തിന്റെ സയ്യിദ്, ലോകത്തിന്റെ ഖായിദ് നഷ്ടപ്പെട്ടതിന്റെ ശേഷം ആ ദുഃഖഭാരം മറക്കാൻ കഴിയാതെ, ആ ദുഃഖം താങ്ങാനാവാതെ, ഹബീബിന്റെ സാന്നിധ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ സ്വഹാബിമാർ പരിങ്ങലിച്ചു നിന്ന് പോയ നേരത്ത് സ്വഹാബിമാർ ചെയ്ത ഒരു ചർച്ചയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അവരെന്താണ് ചർച്ച ചെയ്യുന്നത്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന അബാ ബക്കറിൻ വഉമറ വനാസം മിനസ് സ്വഹാബ, ഹബീബാ നബി തങ്ങളുടെ സ്വഹാബിമാരിൽ കുറച്ചാളുകളും ജലസൂ ബഅദ വഫാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദകറു അഅളമൽ കബായിർ, വൻപാപങ്ങളിൽ വെച്ച ഏറ്റവും വലിയ പാപമേതാണ്? കാരണം പുണ്യനിബിതങ്ങൾ വഫാത്തായി പോയത് സുരക്ഷിതമായ മനോഹരമായൊരു വഴിയിൽ നമ്മളെ ഏൽപ്പിച്ചതിന് ശേഷമാണ്. തറകന അലൽ മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലിക്. നശിക്കണം എന്ന് തീരുമാനിച്ചവനല്ലാതെ ഇനി നശിക്കാനിടയില്ല. കാരണം നന്മയായ നന്മകൾ മുഴുവനും നിവർത്തിവെച്ചതിന് ശേഷം, തിന്മയായ തിന്മകൾ മുഴുവനും നമുക്ക് ഗൗരവമേറിയ താക്കീത് തന്നതിന് ശേഷം പകലുപോലെ വെളിച്ചം വീശുന്ന രാവുകളാണ് ലൈലുഹാ കനഹാരിഹാ. നമ്മൾ ഉപേക്ഷിച്ചു പോയ വഴി,
ആ വഴി ഇരുട്ടുള്ള വഴിയാണെങ്കിൽ, രാത്രിയാണെങ്കിൽ പോലും ആ വഴിക്ക് പകലിൻ്റെ പ്രഭയുണ്ട്. അത്രമേൽ വ്യക്തതയോടുകൂടെ കാര്യങ്ങൾ ബോധിപ്പിച്ചതിന് ശേഷമാണ് പുന്നാര നബി ലോകത്തോട് വിട പറയുന്നത്. പിന്നെ എന്തിനാണ് സ്വഹാബിമാർ അക്ബറുൽ ഖബായിറിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്? അഅ്ലമുൽ ഖബായിർ, വൻപാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വൻപാപം ഏതായിരിക്കും? ഹബീബാ നബി തങ്ങൾ യാത്ര കഴിഞ്ഞു പോയല്ലോ. ഇനി ഈ ഉമ്മത്ത് നശിക്കാൻ കാരണമാകുന്ന ഗൗരവമേറിയ അക്ബറുൽ ഖബായിർ അല്ല, അഅ്ലമുൽ ഖബായിർ, വൻപാപങ്ങളിൽ ഗൗരവമേറിയത് ഏതായിരിക്കുമെന്ന ചർച്ചയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും പ്രസീഡിയത്തിൽ മഹാന്മാരായ രണ്ട് സ്വഹാബിമാർ നേതൃത്വം കൊടുക്കുമ്പോൾ സ്വഹാബികൾ നടത്തുന്ന ബ്രെയിൻ സ്റ്റോമിംഗ്. എന്താണ് ഈ സമൂഹം ഇനി ഭയപ്പെടേണ്ടത്? ലോകത്തിൻ്റെ ഗുരു നമ്മളോട് വിട പറഞ്ഞുപോയി, പുണ്യനബി തങ്ങൾ നമ്മളോടൊപ്പമില്ല. അതുകൊണ്ട് ഈ സമൂഹം ഇനി വഴിതെറ്റുകയാണെങ്കിൽ എന്തായിരിക്കും, എവിടെയാണ് വഴിതെറ്റാനിടയുള്ളത് എന്ന് സ്വഹാബിമാർ ചർച്ച ചെയ്യുകയാണുണ്ടായത്. അങ്ങനെ അവരെല്ലാവരും എന്നെ പറഞ്ഞയച്ചു. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ എന്നിവർ പറയുകയാണ്, എന്നെ പറഞ്ഞയച്ചു ഇലാ അബ്ദുല്ലാഹി ബിൻ അംറിൻ റളിയല്ലാഹു അൻഹുമാ, മഹാനായ അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക്. അവർ ചർച്ച ചെയ്തിട്ട് അവർക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോഴാണ് ദാഹിയത്തും മിൻ ജവാഹിൽ അറബ്, മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു, ഗൽബനായ പണ്ഡിതൻ, അബ്ദുല്ലാഹി ബിൻ ഉമറെ, നിങ്ങൾ അബ്ദുല്ലാഹി ബിൻ അംർ തങ്ങളോട് പോയിട്ട് ചോദിച്ചു നോക്കണം, എന്തായിരിക്കും ഏറ്റവും ഗൗരവമേറിയ സമൂഹം ഭയപ്പെടേണ്ട വിഷയം എന്താണ്? എന്താ ഭയപ്പെടേണ്ട വിഷയം എന്താണ്? അത് വ്യഭിചാരമാണോ? അതല്ല അത് പലിശയാണോ? വേറെന്തെങ്കിലുമാണോ? യുദ്ധമാണോ? കലാപങ്ങളാണോ? എന്താണ് അഅ്ലമുൽ കബായിർ, വൻപാപങ്ങളിൽ ഗൗരവമേറിയ വിഷയം എന്താണെന്ന ചർച്ചയ്ക്ക് പരിഹാരം കാണാൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ സ്കോളർഷിപ്പ് വേണ്ടി വന്നു. മഹാനവറുകളുടെ ഇൻസൈറ്റ്സ്, മഹാനവറുകളുടെ ഇൻഫർമേഷൻ, അവരുടെ ഇൽമ് വേണമെന്ന് പറഞ്ഞ് ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിയും ഈ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഉമർ എന്നവരുടെ മകൻ അബ്ദുല്ലാഹി ബിൻ ഉമർ എന്നവര് ആരെടുത്തേക്ക് പോകുന്നു? അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹുവിന്റെ അരികത്തേക്ക്. ഫഅഖ്ബറനീ, അന്നേരം അബ്ദുല്ലാഹി ബിൻ അംർ എന്നവരുടെ മറുപടി, അന്ന അഅ്ളമൽ കബായിരി ശർബൽ ഖംർ, ഈ ഉമ്മത്തിന് വിപത്ത് വരാൻ നിമിത്തമാകുന്ന, ഈ സമൂഹം നശിച്ചൊടുങ്ങാൻ കാരണമാകുന്ന ഏറ്റവും ഗുരുതരമായ, ഏറ്റവും ഭയാനകമായ വലിയൊരു തെറ്റ് എന്ന് പറയുന്നത് ഷർബുൽ ഖംർ, ലഹരിയാണ്, ലഹരിയാണ്, ലഹരിയാണ് എന്ന് സ്വഹാബിമാർക്ക് മറുപടി കൊടുത്തു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. നോക്കണം, നമ്മൾ ദീനിന്റെ വിഷയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവിതർക്കങ്ങൾ ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, സംഘടനാ ചർച്ചകളുണ്ടാകാം. നമ്മൾ ഓർക്കണേ, നമ്മൾ ഇങ്ങനെ അനാവശ്യമായി സമയം കൊല്ലുമ്പോൾ ഇപ്പുറത്ത് സമുദായം എരിഞ്ഞു തീർന്നുകൊണ്ടിരിക്കുകയാണ്, ലഹരിക്കടിമകളാണ്. നമ്മൾ സമുദായത്തിൻ്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ നമുക്ക് എവിടെ നിന്ന് സമയം കിട്ടും? അതിനെ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് എവിടെ നിന്ന് സമയം ലഭിക്കും? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ സമുദായത്തിൻ്റെ വിഷയങ്ങളിൽ വലുതാണ്. ഉമ്മത്തി ഉമ്മത്തി ഉമ്മത്തി, എൻ്റെ സമുദായമേ, എൻ്റെ സമുദായമേ, എൻ്റെ സമുദായമേ എന്ന് കരഞ്ഞ നബിയാണ് നമ്മുടെ നബി. അതുകൊണ്ട് നമ്മുടെ കൺസേൺ ഉമ്മത്തായിരിക്കണം, വ്യക്തിയാവരുത്, വ്യക്തിബന്ധങ്ങളാവരുത്, നമ്മുടെ സങ്കുചിതമായ ചിന്തകളാവരുത്. സമുദായം വഴിതെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആരോടാ ആർക്കാ ഇമാമത്ത് നിൽക്കാനുണ്ടാവുക?